ആദ്യം തന്നെ നമുക്ക് സിമ്പിൾ മോരുകറിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി വെച്ച് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ, അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണോളം ജീരകം നമ്മൾ ഈ ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കറക്കി കിട്ടാനായിട്ട്. ശേഷം ഇത് മൂന്നും നന്നായി ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ആ ഒരു പച്ച മണം എല്ലാം മാറി നല്ലൊരു എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ തൈര് മിക്സിയുടെ ജാറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് ഞാൻ നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. തൈര് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഈ ഒരു ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം മൺചട്ടിയാണ്, ചൂട് നല്ലപോലെ നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ മോരുകറി റെഡി. അടുത്തതായിട്ട് നമുക്കിനി ഒരു പയർ ഒലത്ത് ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഞാൻ ഒരു ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ശേഷം കടുക്, ജീരകം, വെളുത്തുള്ളി തോടോടുകൂടി ചതച്ചത്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കുരുമുളക് പൊടി ഇത്രയും കൂടി ഞാൻ ഒരേപോലെ എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് പയർ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു പയറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അധികം നേരം അടുപ്പിൽ വെക്കണമെന്നില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അടിപൊളി പയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു 2 കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. കഴിച്ചവർക്കറിയാം എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.